നമുക്ക് ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പഴഞ്ചൊല്ല് ഓർമ്മിക്കുണ്ടായിട്ടുണ്ട്. ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഈവൻ ഇഫ് ദ ഡിസ്റ്റൻസ് യു ഹാവ് ടു ട്രാവൽ ഈസ് 2000 മൈൽസ്. 2000 നാഴിക ദൂരം നമ്മൾ പോകണമെന്ന് വെച്ചാലും നമ്മൾ വീടിന്ന് ഇറങ്ങാൻ ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് എടുത്തു വയ്ക്കണം. അല്ലാതെ എവിടെ എത്താൻ സാധിക്കില്ല. അല്ലച്ചാൽ വീട്ടിനുള്ളിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തോ എടുത്തില്ല എന്നുള്ളത് ഇവിടെ ഞാൻ പറയേണ്ടതില്ല. ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് ആൾറെഡി ടേക്കൺ. ആര്യ ഫോം ചെയ്തു, ആര്യ പൈസ ഫോം ചെയ്തു. നീഡ് ഓഫ് ദ അവർ ഇപ്പൊ എന്താ നമുക്ക് ആവശ്യം? ആക്സിലറേറ്റ് ആൻഡ് അച്ചീവ് സെറ്റ് ഗോൾസ്. നമ്മൾ കുറച്ച് ദ്രുതഗതിയിൽ കുറച്ചും കൂടി സ്പീഡിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സോ ഗോൾസോ നമുക്ക് അച്ചീവ് ചെയ്യാം. നമുക്ക് പരമാവധി പരിശ്രമിച്ച് എത്താൻ പറ്റാവുന്ന നിലയ്ക്കുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാം. അതായത് അവിടെ എത്തിച്ചേരുക. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഇപ്പോ മിക്കവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല, അതിന്റേതായ അലകൾ കടമ്പഴിപ്പുറത്തുണ്ട്, പെരുവാഴിയോടുണ്ട്, മണ്ണാർക്കാടുണ്ട്, പാലക്കാടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഗ്ലോബലൈസേഷൻ ഡിമാൻഡ്സ് ഗുഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ടോളറൻസ് കമ്പയർഡ് ടു പാസ്റ്റ്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ നമ്മൾ ജമ്മികളാണ്, അതിന് നമുക്ക് കച്ചവടമുണ്ട്, അതിനെ ആസ്വദിച്ച് ജീവിച്ചിരുന്നു. ഇന്നിപ്പോ അതുകൊണ്ട് കഴിയില്ല. ഇപ്പൊ ഗ്ലോബലൈസേഷൻ ആണ്, ലോകം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ദ വേൾഡ് ഈസ് വൺ കമ്മ്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് ഉള്ള അലകള്, അതുകൊണ്ടുള്ള വിനകളും നല്ല കാര്യങ്ങളുണ്ട്, നന്മയുണ്ട്, ചെന്മയുണ്ട്. ആ നന്മയുള്ള കാര്യങ്ങള് നമുക്ക് നേടണമെന്ന് വെച്ചാൽ വി ഷുഡ് ഹാവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. അന്യോന്യം കൂടുതൽ സൗഹാർദ്ദമായിട്ട് പെരുമാറാനുള്ള ഒരു ശ്രമം നമ്മളുടെ കയ്യിൽ നിന്ന് വേണം. ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും വേണം. കുട്ടി മുതൽ വയസ്സായുള്ള ആൾ വരെ അന്യോന്യം സൗഹാർദ്ദമായിട്ട് പെരുമാറുക. നമുക്ക് നഷ്ടം വരാനൊന്നുമില്ല. നമുക്ക് ദേഷ്യപ്പെടാൻ 13 മസിൽസ് ഡോക്ടർ സുനിലുണ്ട്, എന്നാലും ഞാൻ പറയാണ്, മുഖത്തെ 13 മസിൽസ് സ്ട്രെയിൻ ചെയ്യണത്രേ. അതേസമയത്ത് ചിരിച്ചു കാണിക്കാൻ 5 മസിൽസേ വേണ്ടു. നമ്മുടെ എനർജി വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അതായത് നമ്മൾ മറ്റുള്ളവരോട് സൗഹാർദ്ദമായി പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് പലതും നേടാനുണ്ട്. ഹമ്പിളായിട്ട് താഴ്മയോട് കൂടി പെരുമാറുക, സൗഹാർദ്ദമായിട്ട് പെരുമാറുക, ഇതൊക്കെ നമ്മൾ കാരണവന്മാരായി പൂർവികരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പണ്ടുള്ള തറവാടുകളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ഉമ്മറൊക്കെ ഉണ്ടല്ലോ, ഇത്ര 7 അടി 8 അടി ഒന്നും ഉയരുണ്ടാവില്ല. പ്രഹ്ലാദ് ഒരു പക്ഷേ 10 അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു 5 അടി ഉണ്ടാവും. നമ്മൾ ആ വീട്ടിനുള്ളിൽ കയറുമ്പോ, വേറെ സുബ്രഹ്മണ്യേട്ടൻ അറിയാം, ഞാൻ എന്റെ കല്യാണം കഴിച്ച കാലത്ത് പുല്ലായി തറവാട്ട് പോകുമ്പോ തല കുനിച്ചിട്ട് അവിടെ കയറാൻ പറ്റും, അല്ലാതെ തല ഉത്തരത്തിലിടിക്കും. അതായത് 5 അടി 6 അടി 5 അടി 5.5 അടിയിൽ കൂടുതൽ ഹൈറ്റുള്ളവർക്ക് ആ വീടിന്റെ ഉള്ളിൽ നേരെ ചൊവ്വേ കിടക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതേമാതിരി ഒരു മുറിയുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു മുറിയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴും അതേമാതിരി നമ്മൾ ജാഗരൂകരായിരിക്കണം. അത് നമുക്ക് എളിമ, നമുക്ക് സന്മനസ്സോട് കൂടിയിട്ട് പെരുമാറാനുള്ളൊരു, അത് പ്രാക്ടിക്കലായിട്ട് ഫിസിക്കലായിട്ട് കൊണ്ടുവന്ന ഒബ്സ്ട്രക്ഷൻ ആണെന്നുള്ള ഞാൻ പറയണത്. ഇതൊക്കെ പണ്ട് തന്നെ നമ്മുടെ കാരണവന്മാര് പലർക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആര്യജ്യോതി ആര്യവൈശ്യയുടെ മുഖപത്രമാണ്, മാസികയാണ്. അത് കടമ്പഴിപ്പുറത്താണ് പബ്ലിഷ് ചെയ്യുന്നത്. മിക്കവർക്കും എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പറയേണ്ടതില്ല. അതിൽ നമ്മുടെ ആൾക്കാരും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട്. അതുകൊണ്ട് എന്ന് നമുക്ക് നേടാം ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഹാർമണി. നമ്മുടെ ആശയങ്ങള് വിനിമയം ചെയ്യാനും മറ്റുള്ള ആൾക്കാരെ ധരിപ്പിക്കാനും. അത് ഒരുപക്ഷെ നാളെ കൃഷിച്ചതായി വന്നേക്കാം. ഇപ്പൊ സുബ്രഹ്മണ്യേട്ടൻ ധാരാളം എഴുതുന്നുണ്ട്. അത് പലർക്കും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അമേരിക്കയിൽ പോയ വിവരം, റഷ്യയിൽ പോയ വിവരം, അതേമാതിരി പലതും അദ്ദേഹം എഴുതുന്നുണ്ട്. സ്പിരിച്വലായിട്ടും നോൺ സ്പിരിച്വലായിട്ടും കവിതകളായിട്ടും പലതും എഴുതുന്നുണ്ട്. അതുമാതിരി പല ആൾക്കാരും ഇവിടെ എഴുതുന്നുണ്ട്, കടൽപ്പുറത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്നും. അത് ആര്യജ്യോതിയിൽ വരുന്നു. അതേമാതിരി ആര്യ നെറ്റില് നേരത്തെ കിഷോർ പറഞ്ഞ മാതിരി നമ്മുടെ ആശയങ്ങള്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എസൻസ് ഓഫ് ദ യൂണിവേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് വെച്ചാൽ യൂണിവേഴ്സ് വിൽ കം ടു എ ഗ്രൈൻഡിംഗ് ഹാൾട്ട്. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ആശയങ്ങൾ മറ്റാളെ അറിയിക്കുക, മറ്റൊരു സമുദായത്തെ അറിയിക്കുക, മറ്റൊരു കമ്മ്യൂണിറ്റി അറിയിക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, നമ്മുടെ ആശയങ്ങളെ റിഫോം ചെയ്യുക. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ പുറകിലുള്ളതാണ്. ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ലോകത്ത് എന്ത് പ്രോഗ്രസ് ഉണ്ടായിരുന്നത്. റിസർച്ച് ആവട്ടെ, ടെക്നോളജി ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ ആവട്ടെ, ഏതൊരു ഫീൽഡിലായാലും ശരി, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മുഖാന്തരമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാച്ചാൽ ഒന്നും പുരോഗമിക്കാൻ സാധ്യതയില്ല. ഇപ്പോ നമ്മുടെ നേവിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നേവിയിൽ ഇപ്പോൾ ആൾക്കാരുണ്ട്. ഒരു ഷിപ്പ് ഷോർന്ന് വിട്ടുകഴിഞ്ഞാൽ ദ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ. ആ രണ്ടും ഇല്ലാത്ത ഒരു ചുറ്റുപാട് വരികയാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം തന്നെ വളരെ വിഷമത്തിലായിരിക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇസ് എസൻസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ആകെത്തുക നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് വളരെ അത്യാവശ്യം. ഈ ആര്യനെറ്റും ആര്യജ്യോതി
അതിന്റെ ചില ഒബ്ജക്റ്റീവ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഞാനത് തുടരുന്നില്ല. ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമുള്ള മനസ്സിലാക്കല്, അതുമാതിരി ഹാർമണി, കൂട്ടായ്മ, അല്ലെങ്കിൽ തമ്മിലുള്ള കൂട്ടിപ്പിടുത്തം കൂട്ടാൻ അത് സഹായിക്കും. ഇന്റഗ്രേറ്റ് വ്യൂസ് ഓഫ് മെമ്പേഴ്സ്. ഒരുപക്ഷെ വിപിൻ ഇതിനിടയ്ക്ക് ഒരു അഭിപ്രായം പറയണ്ടായി, ഞാനതിന് വിപിൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എന്റേതായ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കാനും മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കാനും രണ്ടുപേരുടെ ആശയങ്ങൾ ഒന്നായിരുന്നു, രണ്ട് വീക്ഷണങ്ങളായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സോഫ്റ്റ്വെയറിലൊക്കെ ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ ടൂൾസ് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഉപയോഗിക്കുന്നിടത്ത് കോർ എന്ന് പറഞ്ഞിട്ട് കൺട്രോൾഡ് ഓപ്പറേഷൻ റിക്വയർമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ ഉദാഹരണം മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു ഡോക്ടറെ ഒരു പേഷ്യന്റിനെ, ഒരു രോഗി എങ്ങനെ നോക്കണു, ഒരു നേഴ്സ് എങ്ങനെ നോക്കണു, ആ രോഗിയുടെ ബന്ധുക്കളെ ഏത് നിലയ്ക്ക് നോക്കണു, അതേമാതിരി നോർമൽ വിസിറ്റേഴ്സ് രോഗിയുടെ വരുന്ന ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും വ്യത്യാസമുണ്ട്. ഒരു ഡോക്ടർ രോഗിയെ നോക്കുന്നത് രോഗിയുടെ സുഖത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ്. നേഴ്സ് നോക്കുന്നത് ആ ചികിത്സ പ്രിസ്ക്രൈബ് ചെയ്തതനുസരിച്ച് ചികിത്സിച്ച രോഗം മാറ്റാൻ വേണ്ടിയാണ്. ഇപ്പൊ കൂടുതൽ ബന്ധുക്കളവിടെ വന്നു കഴിഞ്ഞാൽ അവർ വളരെയധികം വിമർശപ്പെട്ട് കരയാനും ഇതിനൊക്കെ ഇടവരും. അതേമാതിരി വേറെ നോർമൽ വിസിറ്റേഴ്സ് കേഴ്സി കാർഡാണ്. ഇയാളെ ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഇവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊന്ന് പോയി കാണണം. അതിന്റെ വീക്ഷണങ്ങൾ വ്യത്യാസമുണ്ട്. വീക്ഷണങ്ങളെ സമ്മേളിക്കാനുള്ള ഒരു സ്റ്റേജാണ് ഇതുമാതിരിയുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഇൻഫ്ലുവൻസ് ടു ചേഞ്ച് പെർസ്പെക്റ്റീവ്. ഓരോരുത്തരെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശവും നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ടു ചേഞ്ച് പെർസ്പെക്റ്റീവ്. ഒരാളുടെ എന്റെ മനസ്സിൽ തെറ്റായ ധാരണയുണ്ടെന്ന് വെച്ചാൽ വേറൊരാളുടെ ഇപ്പോ കുഞ്ഞിരാമനോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോ അല്ലെങ്കിൽ കൊച്ചു അല്ലെങ്കിൽ പ്രഹ്ലാദോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ചേഞ്ച് ചെയ്യാനും, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നതേ നിങ്ങൾ എല്ലാവർക്കും ബാധകമാണത്, ഒരു സന്ദർഭം കൂടിയാണത്. ലോങ് ടേം പ്രോഗ്രാം ഇൻ ദ സോഷ്യൽ സ്പേസ്. നമ്മളിവിടെ ഇപ്പൊ ഒന്ന് തുടങ്ങാൻ പോകുന്നത് ഒരു ലോങ് ടേം പ്രോഗ്രാമാണ്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ ആവില്ല. ഇത് തലമുറകളായിട്ട് തുടർന്ന് കൊണ്ടുപോകേണ്ട പ്രോഗ്രാമാണ്. പദ്ധതി അഥവാ പ്രോഗ്രാം ഇൻ ദ സോഷ്യൽ സ്പേസ്. സോഷ്യൽ ഏരിയ ആണത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനാണ്. ഒരു ഓഫീസിൽ വർക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിനറി കോഡുണ്ട്, കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ സൊസൈറ്റിക്ക് അങ്ങനെയുള്ള കോഡൊന്നുമില്ല. കോഡുണ്ട് വെച്ചാൽ അത് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കോടതിയോ മാത്രമേ ഉള്ളൂ. അതുകൂടെ ഒന്നും നമുക്ക് നേടാനില്ല. അത് വളരെ വിഷമിച്ച നിലയ്ക്ക് മാത്രമേ നമ്മൾ അവിടെ പോകും. അതായത് നല്ല നിലയ്ക്ക് കാര്യങ്ങൾ നേടണമെന്ന് വെച്ചാൽ ഈ സോഷ്യൽ സ്പേസിൽ എന്തെങ്കിലും നമ്മൾ നേടണമെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ ഉദ്ദേശങ്ങൾ നേടണമെന്ന് വെച്ചാൽ ലോങ് ടേം, ഇപ്പൊ നമ്മൾ കരിയർ ഗൈഡൻസ് ആവട്ടെ, കരിയർ പ്ലാനിംഗ് ആവട്ടെ, അതിന്റെ ഫലം ഒരു തെങ്ങിൻ തൈ നട്ട് അത് എത്ര കൊല്ലം കൊണ്ടാണ് കായ ഉണ്ടാക്കുന്നത് മാതിരിയാണത്. അല്ലെങ്കിൽ റബ്ബർ ചെടി വെച്ച് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന്റെ ടാപ്പിംഗ്, അതിന്റെ കണ്ടിന്യൂസ് അതിന്റേതായ റബ്ബർ നമുക്ക് ടാപ്പ് ചെയ്യാൻ എടുക്കുന്നതനുസരിച്ചാണ്. വിത്ത് ലോങ് ഇൻക്യുബേഷൻ പീരീഡ്. ഒരു കോഴി അടയിരിക്കുന്ന മാതിരിയാണ്. ഒരു ദിവസം കൊണ്ട് കോഴിക്കുട്ടി ഉണ്ടാവില്ല. അത്രയും ദിവസം അത് അടയിരുന്ന് അതിനുവേണ്ട എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമാണ് നമുക്ക് അതിന് ഫലം തിരിച്ചു കിട്ടും. അതില്ലാതെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല.